ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും ഈ ഞായറാഴ്ചയുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം എന്ന പുസ്തകത്തിൽ നിന്നും രണ്ടാമത്തെ അധ്യായം. ആ രണ്ടാമത്തെ അധ്യായത്തിൽ ഇതുവരെ നമ്മൾ കണ്ടത് അർജുനൻ എങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് പറയുന്നത്, അതായത് എനിക്ക് ഇനി യുദ്ധം ചെയ്യാൻ പറ്റില്ല, എൻ്റെ മുമ്പിൽ മൊത്തം കൺഫ്യൂഷനാണ്, ആശയക്കുഴപ്പങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുമാത്രമല്ല, സശക്തനായിട്ട് നിൽക്കുന്ന ഒരു അർജുനൻ ഇപ്പോൾ എന്തായിട്ട് മാറുന്നു? ദുർബലമായിട്ടാണ് മാറുന്നത്. അപ്പോൾ 7-ാമത്തെ ശ്ലോകം 2-ാമത്തെ അധ്യായത്തിൽ അർജുനൻ കീഴടങ്ങുന്നു, ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്നു, പറയുന്നു ഭഗവാനാണ് ഇനി എനിക്ക് വഴി കാട്ടേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കുറേ ആഴ്ചകൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് 8-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആ കീഴടങ്ങുന്നതിന് കഴിഞ്ഞിട്ട് അദ്ദേഹം സറണ്ടർ ആയി ഭഗവാന്റെ അടുത്ത് തന്നെ പറഞ്ഞു, ഭഗവാൻ ഇനി എനിക്ക് വഴി കാട്ടുക, ഭഗവാൻ ആപ് ഈ റസ്ത ദിഖായിയേ, യു ഓൺലി ഷോ മീ ദ വേ എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത ശ്ലോകം എന്താണ് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം. നാഹി പ്രപശ്യാമി മാമാപ്നുദ്യാത് യച്ഛോകം ഉച്ഛോസനം ഇന്ദ്രിയാണാം അവാപ്യ അസപത്തനം വൃദ്ധം രാജ്യം സുരാണാം അപി ഛാധിപത്യം നാഹി പ്രപശ്യാമി മമാപ്നുദ്യാത് യച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമാവശപത്നം മൃധം രാജ്യം സുരാണാമപി ഛാധിപത്യം നാഹി പ്രപശ്യാമി മമാപ്നുദ്യാത് യച്ഛോകമുച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂഭാവസപത്നം മൃധം രാജ്യം സുരാണാമപി ഛാധിപത്യം. Let's repeat the translation. Translation by His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada. You can find no means to drive away this grief which is drying up my senses. I will not be able to dispel it even if I win a prosperous, unrivaled kingdom on earth with sovereignty like the demigods in heaven. ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികളില്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടുകൂടിയുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുകയില്ല. വളരെ ദൈന്യപൂർവമായിട്ടാണ് അർജുനൻ ഇവിടെ പറയുന്നത്. ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗുരുവായിട്ടാണ് പ്രാപിച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ അടുത്ത് പറയുന്നു, എനിക്ക് ഇനി എങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. How should I move ahead? I do not know. So Krishna, please instruct me. അപ്പോൾ ഇത് മാത്രമല്ല,
അർജുനൻ പറഞ്ഞത്. അർജുനൻ ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നു, കൂടുതൽ വിവർത്തനവും കൂടി കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് അർജുനന്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അർജുനൻ പറയുന്നു. ആദ്യം പറയുന്നു, എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്തായിട്ട് മാറുന്നു? ഡ്രൈയിങ് അപ്പ്. ഡ്രൈയിങ് അപ്പിന് എന്താ പറയുന്നത്? ദുഃഖം കാരണം ഇന്ദ്രിയങ്ങൾ അലട്ടുന്നു. ഇല്ലെങ്കിൽ ദുഃഖം കാരണം ഈ ഇന്ദ്രിയങ്ങളെല്ലാം, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസസ്. എന്തൊക്കെയാണ് നമ്മുടെ സെൻസസ്? കണ്ണ് സെൻസ് ഓർഗൻ ആണോ, സെൻസ് ആണോ? കാഴ്ച എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയമാണ്. അതുപോലെ മറ്റു നാലുകൾ എന്താണ്? സ്മെല്ല്, അതായത് സുഗന്ധം. പിന്നെ ടച്ച്, സ്പർശിക്കുക. ഓക്കെ. ടങ്, ടേസ്റ്റ്. ടങ് എന്ന് പറയുന്ന ഓർഗനാണ്, പക്ഷേ ടേസ്റ്റ്, സ്വാദ്. ഓക്കെ. കേൾക്കുക, ശബ്ദം കേൾക്കുക. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങൾ ഇത് ദുഃഖം കാരണം എന്താകുന്നു? ഡ്രൈ ആയി പോകുന്നു. ഇത് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ടേസ്റ്റ്, നല്ല ഗുലാബ് ജാമുൻ മുമ്പിൽ നിൽക്കുന്നു, ദുഃഖം കാരണം കഴിക്കാൻ പറ്റത്തില്ലേ? ഷുഗർ കൂടുതൽ. ചിലവർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഗുലാബ് ജാമുൻ കാണുമ്പോൾ ദുഃഖമാണ്. അപ്പോൾ ഈ ദുഃഖം ഈ ഡ്രൈ ആകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പ്രഭുപാദരും മറ്റ് ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്, ഈ ഡ്രൈ ആകുന്നത് എന്താണ്, ഉലർന്നു പോകുന്നത് എന്ന് വെച്ചാൽ, ഈ നമുക്ക് ദുഃഖം, വളരെ ദുഃഖം തോന്നുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന വാട്ടർ കണ്ടന്റ് ബയോളജിക്കലായിട്ട് നോക്കുമ്പോൾ അത് കുറയും. എന്തുകൊണ്ട്? ഇവിടെ നിന്ന് വാട്ടർ കണ്ടന്റ് പോകുന്നുണ്ട്. കണ്ണിൽ കൂടി വാട്ടർ കണ്ടന്റ് പോകുമ്പോഴത്തേക്കും ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് ഇത്തിരി കുറയും. അല്ല, ബയോളജിക്കലി പറയുന്നുണ്ട്, when we are in very much distress, the water content goes down in the body. അപ്പോൾ ദുഃഖം കേൾക്കുമ്പോൾ ആൾക്കാർ പറയില്ല, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും, അല്ലേ? ഇതൊക്കെ ഒരു ആശ്വാസം, ഒരു ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ. അപ്പോൾ ഈ വെള്ളത്തിന്റെ കുറവ് കാരണം ഈ ഡ്രൈനെസ് ഓഫ് ഓൾ ദ സെൻസസ് സ്വാഭാവികമാണ്, ബയോളജിക്കലാണ്. അപ്പോൾ ഈ സെൻസസിനെ കുറിച്ച് പറയുന്നത്, അതായത് ഇന്ദ്രിയങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത് അർജുനൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, പറയുന്നു, എനിക്ക് വളരെ ദുഃഖമാണ് ഇപ്പോൾ. എന്തിന്റെ ദുഃഖമാണ്? യുദ്ധം തുടങ്ങിയോ? Has the war started? So what distress is he talking about? ഏത് ദുഃഖത്തിനെ കുറിച്ചാണ് പറയുന്നത്? Kill the relatives ആണോ? അടുത്ത ലൈനിൽ എന്താണ് പറയുന്നത്? I will not be able to dispel it even if I win a prosperous unrivaled kingdom. അതായത് സ്വജനന്മാരെ മർദ്ദിച്ചിട്ടും അവരെ കൊന്നിട്ടും എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത്? ഒരു സാമ്രാജ്യമാണ് കിട്ടാൻ പോകുന്നത്. ഈ മൊത്തം ഉള്ള ബാറ്റിൽ മൊത്തം എന്തിനാണ്? സാമ്രാജ്യത്തിനല്ലേ. ശാന്തിദൂതനായിട്ട് കൃഷ്ണൻ ചെന്നു. കൃഷ്ണൻ 5 ഗ്രാമങ്ങളാണ് ചോദിച്ചത്. 5 ഗ്രാമങ്ങൾ പോയിട്ട് ഒരു മുട്ടുസൂചിയുടെ സ്ഥലം പോലും കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞപ്പോഴല്ലേ ഇവർ യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഈ യുദ്ധം മൊത്തം എന്തിനാണ്? സാമ്രാജ്യത്തിനാണ്. അപ്പൊ ഈ യുദ്ധം മൊത്തം സാമ്രാജ്യത്തിനായാലെങ്കിലും അർജുനൻ പറയുന്നു, ഈ സാമ്രാജ്യം മൊത്തം എനിക്ക് കിട്ടിയാലും ഞാൻ സുഖിച്ച് നിൽക്കുമോ? ഇല്ല. എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ദുഃഖം. എന്തുകൊണ്ട്? സാമ്രാജ്യം കിട്ടിയാൽ ശരി, ഒരു ദിവസം 2 ദിവസം ദുഃഖിക്കാം, അത് കഴിഞ്ഞ് സാമ്രാജ്യം എന്നെന്നും നമ്മുടെ കയ്യിൽ കാണുമല്ലോ. അപ്പൊ എന്താ അർജുനൻ ഇങ്ങനെ പറയുന്നത്? What is the real reason Arjuna is saying that I will not be happy even if I get the kingdom? राज्य मिलने के बाद भी मैं सुख नहीं रहूंगा, ऐसा क्यों कह रहे हैं? അവരുടെ റിലേറ്റീവ് തന്നെ അവരുടെ കൂടെ ഇല്ലെങ്കിൽ അവർ ആ സുഖം ആരുടെ കൂടെയാണ് പങ്കുവെക്കുന്നത്? കിസ്കെ സാത്ത് പോയെ ബാട്ടേങ്കെ അപ്ന രാജ്യ. അപ്പോൾ ആ രാജ്യം ആരുടെ കൂടെയും അവർക്ക് പങ്കുവെക്കാൻ പറ്റും. സോ അർജുന is saying कि अगर मेरे लोग ही मेरे पास नहीं है तो मैं कैसे जीऊंगा? How will I enjoy this happiness? പക്ഷേ അർജുനൻ ആ സമയത്തും എന്താണ് തുലാഭാരത്തിൽ വെക്കുന്നത്? ഒരു സൈഡിൽ ഇവരെ കൊല്ലുന്നതും മറ്റൊരു സൈഡിൽ കിട്ടുന്നത് സാമ്രാജ്യത്തിന്റെ സുഖവും. ആ സാമ്രാജ്യത്തിന്റെ സുഖം എങ്ങനെയാണ് അർജുനൻ പറയുന്നത്? അതിന് വിവർത്തനം എന്താണ് കൊടുക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ സുഖം? അൺറൈവൽഡ് കിങ്ഡം, എതിരാളികൾ ഇല്ലാത്ത ഈ രാജ്യം എന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ടും അതിൻ്റെ കൂടെ ഒരു ടെൻഷനുമാണ് രാജ്യത്തിന് കിട്ടുന്നത്. എന്ത്? എത്ര വലിയ രാജ്യം ഉണ്ടായാലും അതിന് ഏറ്റവും വലിയ ഒരു ദുഃഖം എന്താണ്? അടുത്തുള്ള നെയ്ബേഴ്സ് എങ്ങനെയാണുള്ളത്. എത്ര നല്ല രാജ്യം കിട്ടിയാലും ഒരു രാജാവിന് എപ്പോൾ നോക്കിയാലും ടെൻഷൻ എന്താണ്?
അടുത്തുള്ള രാജ്യം എങ്ങാണ്ട് ആക്രമിക്കുവോ ഇല്ലയോ? അല്ലേ? കറക്റ്റാണോ? ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ലാത്തപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ നല്ല കാശൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കൂടുതൽ കാശായാൽ ആരെങ്കിലും കട്ടുകൊണ്ട് പോവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും. മുമ്പ് കാശ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഉറക്കമില്ല. ഇപ്പൊ കാശുണ്ട്, അതുകൊണ്ട് ഉറക്കമില്ല. ഇതല്ലേ അവസ്ഥ. അപ്പോൾ സ്വത്ത് എവിടെ വെച്ചാലും ഒരു ഡൗട്ടുണ്ട്, അത് നമ്മുടെ കയ്യിൽ നിൽക്കുമോ നിൽക്കില്ലയോ. പക്ഷെ ഇവിടെ അർജുനൻ പറയുന്ന അങ്ങനത്തെ ഒരു രാജ്യമാണോ പറയുന്നത്? അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടോ അർജുനന് ഈ സാമ്രാജ്യം എടുക്കുമ്പോൾ? എന്താണ് ആ രാജ്യത്തിന് ആരാണ് ഇല്ലാത്തത്? എതിരാളികളില്ല. ദർ ഈസ് നോ ശത്രു ഫോർ ദാറ്റ് രാജ്യം. അപ്പോൾ എന്നാലും എന്താണ് കുഴപ്പം? അങ്ങനത്തെ രാജ്യം ഏതാണ്? ഏതാണ് ഒരു രാജ്യം അതിന് ശത്രുവേ ഇല്ല? ഈ ലോകത്തിൽ വല്ലതും പറയാൻ പറ്റുമോ? ഇല്ല. ആരും പുറത്തുനിന്ന് ശത്രു ഇല്ലെങ്കിൽ അകത്ത് തന്നെ ശത്രുക്കന്മാർ. അപ്പോൾ ഈ എങ്ങനത്തെ രാജ്യത്തിനാണ് പറയുന്നത്? ഇവിടെ രാജ്യം ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ജയിക്കുന്നത്? ലോകം മൊത്തമാണ് ജയിക്കുന്നത്. ബിക്കോസ് യുധിഷ്ഠിരാസ് കിങ്ഡം ഓർ കുരു കിങ്ഡം വാസ് ഓൾ ത്രൂ ഔട്ട് ദ വേൾഡ്. ഹസ്തിനാപുർ വാസ് ഓൾ ത്രൂ ഔട്ട് ദ വേൾഡ്. അപ്പോൾ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ശത്രുക്കന്മാർ കാണുമോ? ഇനി ശത്രുക്കന്മാർ ഉണ്ടായിരുന്നെങ്കിലും അവരെവിടെയാണ്? മുമ്പിൽ നിൽക്കുന്നു. ജയിക്കണം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൊന്നേ പറ്റൂ. അപ്പോൾ കിട്ടുന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് ശത്രുക്കളില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡയലോഗ് പറയാൻ പോവുകയാണ്. ഒരു രാജ്യം അതിന് പുറത്തുനിന്ന് ശത്രുക്കൾ ഇല്ല, അകത്തുനിന്നും ശത്രുക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് എതിരാളികളില്ല എന്ന് പറയുന്നത് കറക്റ്റാണോ തെറ്റാണോ? പുറത്തുനിന്ന് there is no external enemies, there is no internal enemies for a kingdom. So a kingdom does not have enemies. Saying this is correct, true or false? എത്ര പേര് പറയുന്നു സത്യമാണ്? പുറത്തുനിന്നും എതിരാളികളില്ല, അകത്തുനിന്നും എതിരാളികളില്ല. അപ്പോൾ ആ രാജ്യം എതിരാളികളില്ലാത്ത ഒരു രാജ്യമാണ്. ഇങ്ങനത്തെ ഒരു വാർത്ത ശരിയാണോ തെറ്റാണോ? क्या ये सही है कि गलत? बाहर से कोई शत्रु नहीं है, अंदर से कोई शत्रु नहीं है. അവിടെ പറയുന്നു കറക്റ്റ്. എന്തുകൊണ്ട് മാതാജി? നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? കാരണം എക്സ്റ്റേണലി ഒന്നുമില്ല, ഇന്റേണലി ശത്രു എന്ന് പറയുന്ന എലമെന്റ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്താണ് ശത്രു? ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ എഴുതുന്നുണ്ട്. ശത്രു എന്ന് പറയുമ്പോൾ ഇവിടെ പുറത്തുനിന്ന് ശത്രു ആയിരിക്കാം, അകത്തുനിന്നായിരിക്കാം. പക്ഷെ ഭൂകമ്പം വന്നാലോ, മഴ പെയ്തില്ലെങ്കിലോ, പെസ്റ്റിലിസൻസ് വന്നാലോ, അതായത് ഡ്രോട്ട്, ഫ്ലഡ് വന്നാലോ രാജ്യം ഭരിക്കാൻ പറ്റുമോ? തകർന്നു പോകുമോ? തകർന്നു പോകും. അപ്പോൾ ശത്രുക്കൾ എന്ന് പറയുന്നത് വെറും ആളുകൾ മാത്രമല്ല, നേച്ചർ കൊണ്ടും ഉണ്ടാവാം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഉടനെ തന്നെ അടുത്ത വേർഡും കൂടി അർജുനൻ പറയുന്നു. എന്ത് പറയുന്നു? സോവറിനിറ്റി. അതിനെന്താണ് പറയുന്നത്? ആ ലൈൻ ഒന്ന് വായിക്കൂ. ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടെ കൂടെയുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് പരമാധികാരം, അതുകൊണ്ട് എല്ലാ സ്വത്തും സമ്പത്തും ഉള്ളത് ദേവന്മാര് പോലും അവർക്ക് കിട്ടുന്ന രാജ്യത്തിനെ പോലെ ഉള്ള രാജ്യം കിട്ടുന്നതാണ് പറയുന്നത്. അതിനെയാണ് എന്തായിട്ട് മാറ്റി നിൽക്കുന്നത്? എന്നാലും ഞാൻ സുഖിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ക്യാൻ യു ഇമാജിൻ വാട്ട് ഹി ഈസ് കീപ്പിംഗ് ഓൺ ദി അതർ സൈഡ്? നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കും, രാജ്യം കിട്ടിയാലും കുഴപ്പമില്ല, ദൈവത്തിന് കിട്ടിയിരിക്കുന്ന പോലെ രാജ്യം കിട്ടിയാലും എനിക്ക് പറ്റില്ല. അതിൽ ആയെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അർജുനൻ എന്താണ് അപ്പുറത്ത് വെക്കുന്നത്? അർജുനൻ പറയുന്നു, ഈവൻ ഇഫ് ഐ ഗെറ്റ് സച്ച് എ ബിഗ് കിങ്ഡം, സച്ച് എ ഹാപ്പി കിങ്ഡം, സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യം കിട്ടിയാലും ഞാൻ സുഖിക്കില്ല. എന്തുകൊണ്ട്? ഇവരെ വധിക്കുന്നതും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, കയ്യിൽ ഉള്ള സമ്പാദ്യം ഇല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന സ്വത്ത് ഇല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന ധനം അല്ല നമുക്ക് എന്ത് കൊടുക്കുന്നത്? സുഖം, സമൃദ്ധി കൊടുക്കുന്നത്. എന്തോ ഒരു കാര്യമുണ്ട് ഇതിനേക്കാളും വലുതായിട്ട്. ऐसा कुछ तो है जो इससे बड़ा है जो हमको सच्ची में सुखी रखता है. അതിനെക്കുറിച്ചാണ് അർജുനൻ പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാ സുഖ സമൃദ്ധി കിട്ടിയാലും ഞാൻ സുഖിച്ച് നിൽക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ കാര്യം അർജുനൻ പറയുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഈ ലോകത്തിൽ തന്നെ എത്ര പേരെ കണ്ടിട്ടുണ്ട്? വലിയ പണക്കാരന്മാരാണ്, അവർ സന്തുഷ്ടന്മാരാണോ? ചില പേരായിരിക്കാം. പക്ഷെ എല്ലാ പണക്കാരന്മാരും സന്തുഷ്ടന്മാരാണോ?
അവർക്ക് വല്ല പ്രോബ്ലവും ഉണ്ടായിരിക്കും. വൺ മേ ഹാവ് ദ ബിഗസ്റ്റ് ഓഫ് വെൽത്ത്, ബട്ട് ഹി വിൽ ഹാവ് ബിഗസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ് ഓൾസോ. എല്ലാവർക്കും വെൽത്ത് അല്ല സമൃദ്ധിയും സുഖവും കൊടുക്കുന്നത്. എവ്രിബഡി വാണ്ട്സ് ടു ബി വെൽ ഓഫ്. ഇത് കേട്ടിട്ടില്ലേ? വെൽ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖസമൃദ്ധിയായിട്ട് ജീവിക്കുക, എല്ലാം എന്തൊക്കെ വേണോ അതൊക്കെ എനിക്ക് കിട്ടുക. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവരെന്ത് പറയും? പ്രഭു, ഐ നീഡ് ടു ബി വെൽ ബീയിങ്, എനിക്ക് നല്ലതായിട്ട് ജീവിച്ചാൽ മതി. ഈ എല്ലാ കോർപ്പറേറ്റ് ഹൗസസിലും എന്താണ് പറയുന്നത്? യുവർ വെൽ ബീയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ വെൽ ബീയിങ്, അതായത് നിങ്ങൾ സുഖവും സമൃദ്ധിയായിട്ട് നിൽക്കുന്നത്. ആ സാലറി കിട്ടുന്നുണ്ടല്ലോ, അല്ല, അതല്ലാതെ നിങ്ങൾക്ക് വെൽ ബീയിങ്ങും വേണം. സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്? വെൽ ഓഫ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓർ വെൽ ബീയിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്? വെൽ ബീയിങ് ഈസ്. അർജുനൻ പറയുന്നു, എനിക്ക് ഈ സുഖ സമൃദ്ധി വെൽ ഓഫ് കിട്ടുന്നുണ്ട്, പക്ഷെ ഐ വിൽ നോട്ട് ബി വെൽ ബീയിങ്, ഞാൻ നല്ലതായിട്ട് ജീവിക്കില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ലേണിംഗ് ആൻഡ് ലെസൺ ഫ്രം ദിസ് ശ്ലോക ഈസ് മെറ്റീരിയൽ ഹാപ്പിനെസ് ഈസ് നോട്ട് ഈക്വൽ ടു ഫുൾഫിൽമെന്റ്. ഭൗതിക സുഖങ്ങൾ അല്ല നമുക്ക് തൃപ്തിയാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൃപ്തി കിട്ടുന്നത് ഭൗതിക സുഖങ്ങളിൽ കൂടി അല്ല എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഭാഗവതത്തിൽ നിന്നും ഉദാഹരണം എടുക്കണമെങ്കിൽ, കൃഷ്ണന്റെ ലീലകളിൽ നിന്നും ഉദാഹരണം എടുക്കണമെങ്കിൽ, ഭൗതിക സുഖങ്ങൾ ഇല്ലാത്ത ഒരാൾ അദ്ദേഹം തൃപ്തിയാകുന്നു, അദ്ദേഹം സന്തോഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആരുടെ ഉദാഹരണമായിരിക്കും? സുദാമ. സുദാമ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉദാഹരണം ഇവിടെ ശ്രേഷ്ഠമാണ്. സുദാമയ്ക്ക് എന്തുണ്ടായിരുന്നു? വലിയ കൊട്ടാരങ്ങളുണ്ടായിരുന്നോ? എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ചെറിയ ഒരു കുടിൽ. सुदामा के पास क्या था? बड़ा सा बड़ा महल थोड़ी ना था, छोटा सा कुटिया था. അപ്പോൾ ആ ഒരു കുടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് കഴിക്കാൻ പോലും അദ്ദേഹത്തിന് ചോറില്ല, അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് പറഞ്ഞു? ആരെ പോയി കാണാൻ പറഞ്ഞു? ദ്വാരകാധീശനെ പോയി കാണാൻ പറഞ്ഞു. എന്തുകൊണ്ട്? എപ്പോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദ്വാരകാധീശന് ഞാനും ആരാണ്? എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ റീയൂണിയനിലും ഞങ്ങൾ കണ്ടിട്ടില്ല, കുറേ ദിവസങ്ങളായി. അലുമിനൈ മീറ്റൊന്നും നടക്കാറില്ല ഈ കാലം. അപ്പോൾ കുറേ ദിവസങ്ങളായി. എവിടെയായിരുന്നു ഇവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്? സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ ഇവർ രണ്ടുപേരും ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇപ്പോഴോ അദ്ദേഹം ദ്വാരകാധീശൻ, 14 ലോകത്തിൻ്റെയും ഉടമസ്ഥനായിട്ട് നിൽക്കുന്നു ദ്വാരകാധീശൻ. ആ ദ്വാരകയിൽ നിന്നും തന്നെ കുറച്ച് ദൂരെ ആണ് സുധാമ ഒരു കുടിലിൽ കൃഷ്ണനെ ഓർത്തിരിക്കുന്നു. കൃഷ്ണന്റെ ആ കുട്ടിക്കാലത്ത് ആ ഒരു ക്ലാസ്സിൽ ആ ഗുരുകുലത്തിൽ പഠിച്ചത് ഓർമ്മ നിന്ന് അത് ആ അകത്തുള്ള സന്തുഷ്ടനായിട്ട് നിൽക്കുന്ന ആ സുധാമ. ആ സുധാമന്റെ അടുത്ത് എന്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്? നിങ്ങൾ ഒരു പിടി അവല് കൊണ്ടുപോവുക. ഒരു വലിയ രാജാവിനെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? ധനധാന്യം, അതൊക്കെയല്ലേ കൊണ്ടുപോകേണ്ടത്. ഇദ്ദേഹം എന്താണ് കൊണ്ടുപോയത്? ഒരു പിടി അവല്. മുണ്ടിൽ പൊതിഞ്ഞ മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കഷ്കത്തിൽ ഇരക്കിക്കൊണ്ട്. മുണ്ടിൽ പൊതിഞ്ഞു, അതിന് പൊതിയാൻ പോലും ഒരു പ്ലാസ്റ്റിക് കവറോ ഒന്നുമില്ല. എന്താണുള്ളത്? മുണ്ടിൽ തന്നെയാണ് അദ്ദേഹം പൊതിഞ്ഞു. കണ്ടാലത്ര ഏല കഷ്ണം മുഷിഞ്ഞുള്ള ജീർണാവസ്ത്രം. അതും കൊണ്ടാണ് അദ്ദേഹം പതുക്കെ നടന്നു പോകുന്നത്. ആ നടക്കുമ്പോൾ അദ്ദേഹം എന്താണ് ആലോചിക്കുന്നത്? സുദാമ ഒന്നും ആലോചിക്കുന്നില്ല. കൃഷ്ണൻ എന്നെ എങ്ങനെ സ്വീകരിക്കും? എന്നെ കണ്ടാൽ ഓർമ്മയുണ്ടാവുമോ? എൻ്റെ ഈ വസ്ത്രങ്ങൾ കണ്ടാൽ ഓർമ്മയുണ്ടാവുമോ എന്ന് ആലോചിച്ച്, കൃഷ്ണനെ കുറിച്ച് ആലോചിച്ച് സ്നേഹത്തോടെ കണ്ണിൽ നിന്നും കണ്ണീര് ഒഴിച്ചുകൊണ്ടാണ് അദ്ദേഹം എങ്ങോട്ട് പോകുന്നത്? ദ്വാരകയിലോട്ട് പോകുന്നത്. ആ ദ്വാരകയിലേക്ക് പോകുമ്പോൾ, ആ ദ്വാരകയിൽ എത്തുമ്പോൾ അവിടുത്തെ ഭടന്മാർ അദ്ദേഹത്തിനെ നിർത്തുന്നു. പറയുന്നു, ആരാണ് നീ? പക്ഷെ കുചേലവൃത്തത്തിൽ മാത്താറിന്റെ പറ്റുമ്പോൾ അങ്ങനെയല്ല എഴുതുന്നത്. 7 മുകളിൽ നിന്ന് കാണുന്നു കൃഷ്ണൻ. ആര് വരുന്നു? കുചേലൻ വരുന്നു. അങ്ങ് ഇറങ്ങി ഓടുകയാണ് ചെന്താമരക്കണ്ണൻ. കണ്ണൻ അങ്ങ് ഓടുകയാണ്. അപ്പൊ നിങ്ങൾ നല്ലതായിട്ട് ഈ കഥകളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം. ഈ ഭടൻ ഇങ്ങനെ ഓടുന്നു മുകളിലോട്ട് കൃഷ്ണനെ വിളിക്കാൻ. കൃഷ്ണന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് മെസ്സഞ്ചറാണ് വന്നിരിക്കുന്നത്. സോ ദ്വാരക में जब सुदामा आए तो यहाँ से वहाँ का गार्ड ऊपर जा रहा है द्वारकाधीश से मिलने, उससे ज्यादा फास्ट द्वारकाधीश नीचे उतर रहे हैं. ആ ഭടനെ തന്നെ തട്ടിയിട്ടുകൊണ്ടാണ് കൃഷ്ണൻ ഓടി വരുന്നത്. ആരെ കാണാൻ? സുദാമാനെ കാണാൻ, അദ്ദേഹത്തിന്റെ മിത്രനെ കാണാൻ. ആ ഒരു പിടി അവല് കഴിച്ചിട്ട്
കൃഷ്ണൻ എന്ത് കിട്ടി? അത്രയും ഭക്തിയുടെ രസമായിട്ടുള്ള ഒരു സുഖം ആണ് കൃഷ്ണൻ ആനന്ദിച്ചത്. സുധാമയ്ക്ക് എന്ത് കിട്ടി? അമ്പര കൊട്ടാരം കിട്ടി. ഇവിടെ അറിയാം ആള്, കൊട്ടാരം കിട്ടി. അത് സുധാമ അറിഞ്ഞോ കൊട്ടാരം കിട്ടിയതെന്ന്? സുധാമയ്ക്ക് അപ്പോൾ എന്താണ് കിട്ടിയത്? ഭക്തിയുടെ റിസൾട്ട്. അത്രയും ദിവസം നടന്ന് വന്ന് കൃഷ്ണനെ കാണണം എന്നുള്ള മനസ്സിലുള്ള ഒരു ആ ഭക്തിയുടെ റിസൾട്ടായിട്ട് എന്താണ് കിട്ടിയത്? കൃഷ്ണനെ കണ്ടത് മാത്രമല്ല, കൃഷ്ണൻ എവിടെയാണ് അദ്ദേഹത്തിനെ ഇരുത്തിപ്പിച്ചത്? ദ്വാരകയുടെ സിംഹാസനത്തിൽ. പാദപൂജ ചെയ്ത് എന്തുകൊണ്ടാണ്? വെള്ളം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കണ്ണീര് കൊണ്ടാണ്. അത് കഴിഞ്ഞ് സുധാമന്റെ അടുത്ത് എന്ത് പറഞ്ഞു? ഇവിടെ കിടന്നോളൂ. എവിടെ? ഭഗവാൻ കിടക്കുന്ന കിടപ്പുറത്തിൽ കിടന്നോളൂ. അത് മാത്രമല്ല, ആരാണ് അദ്ദേഹത്തിന് ഫാന് കൊടുത്തത്? രുക്മിണി ദേവി. എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്? രാജ്യമോ? ഒരു പിടിയാവിൽ. കൃഷ്ണന് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ 16 മാല നമ്മൾ ജപിക്കുന്നില്ലേ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ ഓരോരോ മാലയിലും ഓരോരോ മുത്തിലും നമ്മൾ എന്താണ് കൃഷ്ണനെ എങ്ങനെയാണ് നമ്മൾ ആസ്വദിച്ച് ആ ഹരേ കൃഷ്ണ നാമം പറയുന്നത്? അതാണ് കൃഷ്ണന് വേണ്ടത്. കറൻസി എന്ന് പറയുന്നത് 16 മാലയല്ല. കറൻസി എന്ന് പറയുന്നത് ഓരോരോ മുത്തിലും നമ്മൾ ജപിക്കുമ്പോൾ കൃഷ്ണനെ എങ്ങനെ ഓർക്കുന്നു. നമ്മൾ ഓരോരോ പ്രാവശ്യവും നമ്മുടെ മാലയിൽ നിന്ന് നമ്മൾ ഓരോരോ പ്രാവശ്യവും ഓരോരോ മുത്തും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ, ഹരേ കൃഷ്ണ പറയുമ്പോൾ, കൃഷ്ണൻ നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. നമുക്കതറിയില്ല. കൃഷ്ണൻ അറിയാതെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പോയിക്കൊണ്ടിരിക്കും, ഇവിടെ ഇങ്ങനെ ജപവും പോയിക്കൊണ്ടിരിക്കും. കൃഷ്ണൻ നന്ദഗ്രാമം വിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ അവിടെ വിട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യമെങ്കിലും ജപമാല എടുക്കുമ്പോൾ ഫോൺ എങ്ങാണ്ട് പൂട്ടി വെക്കുക. ഈ ഫോണ് കാരണം ജപം പോയി കിട്ടുന്നതാണ് നമ്മൾ. അപ്പോൾ സുധാമയ്ക്ക് കിട്ടിയത് എന്താണ്? അമ്പര കൊട്ടാരങ്ങളെല്ലാം കിട്ടി. അത് എപ്പോഴാണ് കിട്ടിയത്? അദ്ദേഹം തിരിച്ചു പോയപ്പോൾ. പക്ഷെ അദ്ദേഹം ചോദിച്ചത് എന്താണ് കൃഷ്ണന്റെ അടുത്ത്? ആ അമ്പര കൊട്ടാരങ്ങളൊക്കെ കണ്ടപ്പോൾ കൃഷ്ണന്റെ അടുത്ത് എന്താണ് സുധാമ ചോദിച്ചത്? ഈ അമ്പര കൊട്ടാരമെല്ലാം ശരി, തന്നതിനെല്ലാം നന്ദി, പക്ഷെ എനിക്ക് ശരിക്കും വേണ്ടത് എന്താണ്? താങ്കളെ ഞാൻ മറക്കാൻ പാടില്ല. The only interest of Sudama was, in all this wealth I should not forget you, Krishna. അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടി, പക്ഷെ അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളെ മറക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ കിട്ടിയ സുഖം ഈ കൊട്ടാരത്തിൽ കിട്ടുന്ന സുഖത്തിനേക്കാളും വലുതാണ്. അതാണ് അർജുനൻ ഇവിടെ പറയുന്നത്. ഈ കൊട്ടാരത്തിൽ കിട്ടുന്ന സുഖം, ഈ രാജ്യത്തിൽ നിന്ന് കിട്ടുന്ന സുഖം, അതിനേക്കാളും വലിയ സുഖം എന്താണ്? ഭക്തി എന്ന് പറയുന്ന സുഖമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആഡംബരത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭക്തി എന്ന് പറയുന്ന സുഖങ്ങൾ ഏത് ആഡംബര സുഖത്തിനേക്കാളും വലുതാണ്. അതിനെ നോക്കിയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ഉന്നതത്തിലോട്ട് ചേരുന്നതാണ്. ഇതാണ് ദിസ് ഇസ് ദ ഫസ്റ്റ് ലെസൺ. രണ്ടാമത്തെ ലെസൺ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എന്താണ് വേണ്ടത്? അത് നമ്മൾ ആലോചിച്ച് നോക്കുക. കൃഷ്ണന് ആഡംബര വസ്തുക്കളല്ല വേണ്ടത്. ദുര്യോധനന്റെ വീട്ടിൽ പോയി ദുര്യോധനൻ പറഞ്ഞു, കൃഷ്ണൻ വരൂ വരൂ, കൃഷ്ണന് വേണ്ടി ഞാൻ ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കൃഷ്ണൻ കഴിച്ചു അവിടെ ദുര്യോധനന്റെ വീട്ടിൽ. കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് വിശപ്പില്ല, വേണ്ട ദുര്യോധന എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആരുടെ വീട്ടിൽ പോയി? വിതുരന്റെ വീട്ടിൽ പോയി. വിതുരന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കൾ വിതുരൻ കൃഷ്ണനെ കണ്ട് സന്തോഷിക്കുന്നു. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. വിതുരാണീന്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, വല്ലതും കൃഷ്ണന് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുമെന്ന്. വിതുരാണീന് ഇനിയും കൂടുതലാണ് ഭക്തി കൃഷ്ണന്റെ അടുത്ത്. കൃഷ്ണനെ കണ്ടപ്പോൾ സന്തോഷിക്കുന്നു, ഒരു മകനെ പോലെ കാണുന്നു. കൃഷ്ണനെ ഇരുത്തിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ പാചകങ്ങളൊക്കെ കൊണ്ടുവരാം, അതിനു മുമ്പ് ഈ പഴങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പഴങ്ങൾ കൊടുക്കുകയാണ്. എന്ത് ചെയ്യുന്നു? ഒരു വാഴപ്പഴം എടുക്കുന്നു, അതിൻ്റെ തൊലി എടുത്തിട്ട് പഴത്തിനെ കളയുന്നു. തൊലി ആർക്ക് കൊടുക്കുന്നു? കൃഷ്ണൻ. കൃഷ്ണൻ എന്ത് പറയും? അവിടെ ഫുൾ ചപ്പൻ ഭോഗമായിരുന്നു. ആ ചപ്പൻ ഭോഗ് വിട്ടിട്ട് ഇവിടെ കിട്ടുന്നത് എന്താണ്? എനിക്ക് പഴത്തൊലി. വിതുരാनी के हाथ में क्या मिल रहा है मुझे? केले का छिलका, उधर छप्पन भोग छोड़कर. എന്നാലും കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ആ പഴത്തൊലി ആസ്വദിച്ച് കഴിക്കുന്നു. കൃഷ്ണൻ എന്താണ് വേണ്ടത്? ആ ഭക്തി, ആ പ്രേമം, ആ സ്നേഹമാണ് വേണ്ടത്. അത് അതിൻ്റെ തൊലിയിലും അർപ്പിച്ചാലും ഭഗവാൻ അത്
കഴിച്ചോളും. സ്നേഹത്തോടെ, വിദുരാണിയുടെ സ്നേഹത്തോടെ പോലെ കൊടുക്കുമ്പോഴാണ് കൃഷ്ണൻ അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് യുധിഷ്ഠിരൻ മഹാരാജാവും ചെയ്തത്. രാജസൂയ യജ്ഞം നടത്തി. രാജസൂയ യജ്ഞത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ്? ഈ ലോകം മൊത്തമാണ് രാജ്യമായിട്ട് കിട്ടിയത്. എന്നാലും ആദ്യ അർഘ്യപൂജ ആർക്കാണ് ചെയ്തത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്തുകൊണ്ട്? ഈ ലോകം മൊത്തമുള്ള സ്വത്ത് ഉണ്ടായാലും ശരിക്കുമുള്ള സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണനെ ആരാധിക്കുന്നതാണ് അതിൻ്റെ. സോ ബീറ്റ് യുധിഷ്ഠിർ മഹാരാജ്. രുക്മിണിനെ കുറിച്ച് പറയുന്നതാണെങ്കിലോ, രുക്മിണിനെ കല്യാണം കഴിച്ചു വിടും എന്ന് പറഞ്ഞു. ആര്? അദ്ദേഹത്തിന്റെ അച്ഛൻ. ആരാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ? രുക്മിണിയുടെ അച്ഛൻ ഭീഷ്മക്. ഭീഷ്മകന്റെ പുത്രിയായിട്ടുള്ള രുക്മിണിനെ കല്യാണം കഴിച്ചു വിടും. ആരുടെ കൂടെ? ശിശുപാലന്റെ കൂടെ. എന്തുകൊണ്ട്? ഒരു പൊളിറ്റിക്കൽ അലയൻസ്, രാജ്യങ്ങൾക്ക് തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് അലയൻസ്. ഇവർ രണ്ട് രാജ്യം ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമൃദ്ധി കൂടുമെന്ന് പറഞ്ഞ് രുക്മിണീനെ ശിശുപാലന്റെ അടുത്ത് കല്യാണം കഴിച്ചു വിടാം. ശിശുപാലൻ അവിടെ ഒരുങ്ങുകയാണ്. എന്തായിട്ട് മാറാൻ? വരനായിട്ട് മാറാൻ. നല്ല ഷേവൊക്കെ ചെയ്ത് മീശൊക്കെ വടിച്ച് പാതി ഷേവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ആൾക്കാർ ഓടി വരുന്നത്. ശിശുപാല, എന്തു പറ്റി? ഗോവിന്ദ. ഗോവിന്ദൻ കൊണ്ടുപോയി. രുക്മിണി എന്ത് വിചാരിച്ചു? ഈ പൊളിറ്റിക്കൽ അലയൻസിനെക്കാളും നല്ലത് എന്താണ്? കൃഷ്ണന്റെ കൂടെ ഉള്ള അലയൻസ് ആണ്. അതുകൊണ്ടാണ് ആ ബ്രാഹ്മണന്റെ കത്തിൽ ഭുവനസുന്ദര എന്ന് പറഞ്ഞ് എഴുതി അയച്ചത്. അപ്പോൾ ഈ ഭക്തന്മാരുടെ ചിന്തന നമ്മൾ നോക്കുമ്പോൾ, when we look at all these thought processes of these devotees, they don't want material comfort. ഭൗതിക സുഖങ്ങളല്ല അവർ നോക്കുന്നത്. അവർ നോക്കുന്നത് എന്താണ്? ഇതിനേക്കാളും മേന്മയായിട്ടുള്ള കൃഷ്ണഭക്തിയിലുള്ള സുഖമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ അർജുനൻ പറയുന്നു, ഞാൻ ഇവരെ ഒന്നും മർദ്ദനം ചെയ്യാൻ പോകുന്നില്ല, ഈ രാജ്യം കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ ഇതിൽ അർജുനൻ ഒരു തെറ്റ് ചെയ്യുന്നു. അർജുനൻ വിചാരിക്കുന്നു, അതായത് ഈ യുദ്ധം എന്ന് പറയുന്നത് ഭക്തി അല്ല, കൃഷ്ണന് വേണ്ടിയല്ല ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്ന് സങ്കല്പിക്കുന്നു. അതിനെയും കൃഷ്ണൻ മാറ്റിക്കൊടുക്കാൻ പോവുകയാണ്. So Krishna is going to speak and Krishna is going to say how your thought process is wrong. So അർജുനൻ ചിന്തിക്കുന്നത് കറക്റ്റാണ്. നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ചിന്തനയും. പക്ഷേ നമുക്ക് എന്താണ് അടിസ്ഥാനമായിട്ട് വെക്കേണ്ടത്? കൃഷ്ണ ഭക്തിയാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് വെക്കേണ്ടത്. We have to keep Krishna's bhakti, devotional service to Krishna as the prime important thing, not material wealth. കൃഷ്ണൻ എന്താണ് വേണ്ടത്? ആ ഭക്തിയാണ് വേണ്ടത്. ഗുരുവായൂരിൽ പോയി കഴിച്ചാൽ പൂന്താനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൂന്താനം എഴുതിയത് എന്താണ്? ജ്ഞാനപ്പാന. അദ്ദേഹം ഏത് ലാംഗ്വേജിലാണ് എഴുതിയത്? ജ്ഞാനപ്പാന മലയാളത്തിൽ. ആ ജ്ഞാനപ്പാന എഴുതിയിട്ട് ആർക്കാണ് കൊടുത്തത്? അത് ഇതിൽ തെറ്റുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇത്തിരി കറക്റ്റ് ചെയ്ത് പറയൂ. ഭട്ടതിരിപ്പാട്. അദ്ദേഹം എഴുതുന്നത് ഇതിലായിരുന്നു? സംസ്കൃതത്തിൽ. അദ്ദേഹം വിചാരിച്ചു, ഞാൻ സംസ്കൃതത്തിലാണ് എഴുതുന്നത്, ഇദ്ദേഹം മലയാളത്തിലല്ല എഴുതുന്നത് എന്ന് വിചാരിച്ച് ഇത്തിരി പുച്ഛമായിട്ട് കണ്ടു. പക്ഷെ കൃഷ്ണൻ എന്തായിരുന്നു ഇഷ്ടം? ജ്ഞാനപ്പാന. സംസ്കൃതത്തിൽ എഴുതിയ ശ്ലോകങ്ങൾ കൃഷ്ണൻ തെറ്റ് കണ്ടുപിടിക്കാൻ തുടങ്ങി. ആദ്യത്തെ വരിയിൽ 2 തെറ്റ്, രണ്ടാമത്തെ ഭട്ടതിരിപ്പാടിന്റെ 2ാമത്തെ വരിയിൽ 3 തെറ്റ്, 4 തെറ്റ്. ഭട്ടതിരിപ്പാട് പറഞ്ഞു മതി. പക്ഷെ ജ്ഞാനപ്പാന വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരു തെറ്റും ഇല്ല. ഭട്ടതിരിപ്പാട് അണ്ടർസ്റ്റുഡ് പൂന്താനംസ് ലവ് ഇസ് ഗ്രേറ്റർ. കൃഷ്ണൻ എന്താണ് വേണ്ടത്? ആ ഭക്തി, ആ സ്നേഹമാണ് വേണ്ടത്. ഇപ്പോഴും ഗുരുവായൂരിൽ പോവുകയാണെങ്കിൽ ആ തേങ്ങകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്ത് പോകുമ്പോഴത്തേക്കും ശരിക്കും നിങ്ങൾ കൊമ്പുള്ള തേങ്ങകളാണ് നിങ്ങൾ കാണേണ്ടത്. ഒരു പ്രാവശ്യം നാട്ടിൻപുറത്തിൽ നിന്നും ഒരു തേങ്ങ വെട്ടുന്നകാരൻ, അദ്ദേഹം ഒരു മർച്ചന്റ് ആയിരുന്നു, അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്ഥലത്തിൽ ഇരിക്കുന്ന എത്ര തേങ്ങയുടെ മരങ്ങളുണ്ടോ അതിൽ നിന്ന് ആദ്യ കൃഷി ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന തേങ്ങകൾ ആർക്ക് വേണ്ടിയാണ്? ഗുരുവായൂരപ്പ, നിനക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ട് അദ്ദേഹം എല്ലാം ഒരു ചാക്കിൽ കൊണ്ടാക്കി ഗുരുവായൂരിലോട്ട് പോവുകയാണ്. ആ വഴിയിൽ ഒരു കള്ളൻ വന്നു. കള്ളൻ വന്നിട്ട് കത്തിയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ ചാക്കിലിരിക്കുന്ന എല്ലാം എനിക്ക് വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ഗുരുവായൂരപ്പന് കൊണ്ടുപോവുകയാണ്, തേങ്ങയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ കേരളത്തിൽ ആൾക്കാർ പറയുകയാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹവും പറഞ്ഞു, ഈ തേങ്ങയിൽ എന്താണ് ഇത്രയും ഒരു പ്രഭ? ഈ തേങ്ങയിൽ എന്താ കൊമ്പുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ചോദിക്കാൻ പറ്റൂ. ഈ തേങ്ങയിൽ എന്താ കൊമ്പുണ്ടോ എന്ന് പറഞ്ഞ് ആ ചാക്ക് തട്ടിയിട്ടു. ചാക്ക് തട്ടിയിട്ടപ്പോൾ ആ ചാക്കിന്റെ അകത്ത് നിന്ന് വന്നിരിക്കുന്ന തേങ്ങകൾക്കെല്ലാം 2 കൊമ്പുകളാണുള്ളത്. They have 2 horns. ഇപ്പോഴും ആ തേങ്ങകൾ മ്യൂസിയത്തിലുമുണ്ട്, അതുപോലെ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിലും അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഫ്രണ്ടിൽ കാണാം. അപ്പോൾ ആ തേങ്ങയിൽ നിന്നും കൊമ്പാണോ കൃഷ്ണന് വേണ്ടത്? കൃഷ്ണൻ എന്താണ് വേണ്ടത്? തേങ്ങ വേണോ കൃഷ്ണന്? പക്ഷെ കൃഷ്ണൻ ആ പറഞ്ഞ സ്നേഹമല്ലേ, അതാണ് കൃഷ്ണന് വേണ്ടത്.
ആദ്യം ഇപ്പോഴും ഗുരുവായൂരിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ നടയിൽ കിട്ടുന്ന പൂക്കളോ ഇല്ലെങ്കിൽ ആ പറമ്പിൽ കിട്ടുന്ന കൃഷിധാന്യങ്ങളോ എല്ലാവരും എന്താണ് പറയുന്നത്, ആദ്യം ആർക്കാണ് കൊണ്ടുപോകുന്നത്? ഗുരുവായൂരപ്പൻ. ഈ അടുത്ത് നടന്ന സംഭവമാണ്. ഞാൻ ഈ പ്രാവശ്യം കേരളത്തിൽ പോയപ്പോൾ കേട്ടതാണ്. ഗുരുവായൂരിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ സാന്നിധ്യത്തിന്റെ മുമ്പിൽ, ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ തന്നെ ധ്വജസ്തംഭത്തിന്റെ മുമ്പിൽ എല്ലാവരും അദ്ദേഹത്തിന്റെ നൈവേദ്യങ്ങളൊക്കെ കൊണ്ട് വരും. ചിലപ്പോൾ നെല്ലുകളായിരിക്കും, അരിയായിരിക്കും, വാഴക്കൊലകളായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് സ്വീറ്റായിട്ടുള്ള സാധനങ്ങളും ആയിരിക്കും കൊണ്ടുവരും. ചില പേര് ശർക്കര വരട്ടി ഇല്ലെങ്കിൽ പാൽപ്പായസം, അങ്ങനെ ഭഗവാന് നൈവേദ്യം ചെയ്യാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഭഗവാന് വേണ്ടി നൈവേദ്യം ചെയ്യാൻ അകത്തോണ്ട് പോകത്തില്ല, പക്ഷെ പുറത്തുനിന്ന് തന്നെ അവിടെ വെച്ചിരിക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു കംപ്ലൈന്റ് വന്നു അവിടെ നിന്ന്. സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ വെക്കുകയാണെങ്കിൽ കാണാനില്ല. ബാക്കിയെല്ലാം ഉണ്ട്, ഉപ്പേരിയുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സ്വീറ്റ് മാത്രമല്ല, പഴം വെച്ച് കഴിഞ്ഞാൽ കാണാറില്ല, പായസം കാണാറില്ല, ശർക്കര കാണാനില്ല. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ അടുക്കാണ്, ലാസ്റ്റ് 30 ഇയേഴ്സിന്റെ മുമ്പിലാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ അടുത്ത് കംപ്ലൈന്റ് വെക്കും, ഇവിടെ വെക്കുന്ന സ്വീറ്റ് സാധനം ഒന്നും കാണാനില്ല. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് ഒരു പഴുവായിട്ട് മാറുന്നുണ്ടല്ലോ, ഇതൊന്ന് മായയാണ്. അദ്ദേഹം CCTV ക്യാമറയിലൊക്കെ നോക്കി, ഒന്നും കാണാനില്ല, കിട്ടുന്നില്ല ഒന്നും. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഞാൻ തന്നെ കാവലായിട്ട് നിൽക്കാം എന്ന്. ഇദ്ദേഹം പതുക്കെ ഒരു ചെയറൊക്കെ വെച്ച് അവിടെ ഒരു അതൊരു ദർശനാർത്ഥിയായിട്ട് തന്നെ അവിടെ ഒളിഞ്ഞു നിൽക്കുകയാണ്. ഇത് ആരാണ്? എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനാണ്. ഇദ്ദേഹം നോക്കുന്നു ആ സ്വീറ്റൊക്കെ എന്താ. അപ്പോൾ ഒരാൾ വന്നിട്ട് അവരെ ശർക്കരയും പഴവും വെച്ചു. അത് വെച്ച ഉടനെ തന്നെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ കാണുകയാണ് ആ ശർക്കരേന്റെ മുകളിൽ ഒരു ചെറിയൊരു കൈ, ഒരു കൈയല്ല പിന്നെ ഒരു കൈ. ഇദ്ദേഹം പിറകിൽ ഇങ്ങനെ നോക്കുമ്പോൾ 2 കുട്ടികൾ അവിടെ കളിക്കുന്ന, ആ പ്രദേശത്തിലുള്ള 2 കുട്ടികളാണ്. അവർക്ക് സ്വീറ്റ് തിന്നാൻ ഭയങ്കര കൊതിയാണ്, അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അവരിങ്ങനെ പതുക്കെ ആ കുണ്ടിയുണ്ടല്ലോ അതിൻ്റെ പിറകിൽ ഇങ്ങനെ നിന്നിട്ട് പതുക്കെ ആരും കാണാതെ, CCTV ക്യാമറ ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് കാണാതെ ഇങ്ങനെ പതുക്കെ എടുക്കുകയാണ്. 3 പഴം ഉണ്ടായിരുന്നു. ഒരു പഴം പറിച്ചു ഇവന് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്, അദ്ദേഹത്തിന് കൊടുത്തു. 2ാമത്തെ അദ്ദേഹം കഴിച്ചു. 3ാമത്തെ കൃഷ്ണ എന്ന് പറഞ്ഞ് ആ ഉണ്ടിക്കകത്തിട്ടു. കള്ളനായാലും ഭക്തിയുള്ള കള്ളൻ. 3 പഴമുണ്ട്, ഒരു പഴം സഹോദരനും, മറ്റൊരു പഴം അദ്ദേഹത്തിനും, 3ാമത്തെ പഴം കൃഷ്ണൻ. അപ്പൊ ഇവര് കൊച്ചു കുട്ടികളാണ്, ഇവരെ എങ്ങനെ പണിഷ്മെന്റ് കൊടുക്കും? അപ്പൊ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു ദിവസം കണ്ടു, 2 ദിവസം കണ്ടു, ഇത് സ്ഥിര പതിവ് തന്നെയാണ്. 3ാമത്തെ ദിവസം നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞപ്പോ ഒറ്റ പഴവും കൊണ്ട് 2 ഓട്ടമാണ്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞാണ്. അദ്ദേഹം ഓടുന്നു, മുമ്പില് 2 കുട്ടികൾ പഴവും വെച്ച് ഓടുന്നു. എന്നെ തല്ലാൻ വരുന്നേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാണ് ഓടുന്നത്. കറക്റ്റ് ആ പ്രാകാരത്തിൽ ചുറ്റുമ്പോൾ, ആദ്യത്തെ ചുറ്റുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ കണ്ടത് അദ്ദേഹം എഴുതുന്നു. 2 കുട്ടികളല്ല, 3ാമത്തെ ഗുരുവായൂരപ്പനും ഒരു പഴം കൊണ്ട് ഓടുന്നു. ബലരാമ എന്നെ അടിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞു കൃഷ്ണനാണ് പറയുന്നത്. ഇദ്ദേഹം നിന്നു. കൃഷ്ണൻ എന്തിനു ഓടുന്നു? കൃഷ്ണൻ എന്താ ഓടുന്നു? ഇദ്ദേഹം പറയിലോടി. കൃഷ്ണനെ കണ്ടപ്പോൾ അത്രയും സുഖം. കൃഷ്ണനെ കാണാൻ വേണ്ടി എക്സിക്യൂട്ടീവ് ഓഫീസർ പറയിലോടുന്നു. മറ്റാർക്കും കാണാൻ പറ്റുന്നില്ല. അവർ ബാക്കിയുള്ള എല്ലാവരും ആയിരുന്നു. ഈ എക്സിക്യൂട്ടീവ് ഓഫീസറിന് ഇന്നെന്ത് പറ്റി? ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് നിലവിളിച്ചാണല്ലോ ഓടുന്നത് കുട്ടികളുടെ പറയിൽ. തിരിച്ച് അടുത്ത ലൈനിൽ പോകുമ്പോഴത്തേക്കും കൃഷ്ണനെ കാണാനില്ല. 2 പേര് മാത്രം പഴം കൊണ്ട് ഓടുന്നു. തിരിച്ചും ഒരു റൈറ്റ് ആംഗിൾ എടുത്തപ്പോഴത്തേക്കും കൃഷ്ണനുണ്ട്. സോ കൃഷ്ണ വാട്ട് ഡസ് ഹി വാണ്ട്? കൃഷ്ണന് അകത്ത് കിട്ടുന്നു, എല്ലാം കിട്ടുന്നുണ്ട്. ഈ 3 നേരവും കൃഷ്ണന് നല്ല നല്ല നൈവേദ്യങ്ങൾ കിട്ടുന്നുണ്ട്. വാട്ട് ഡസ് കൃഷ്ണ വാണ്ട്? ദാറ്റ് 1 small banana which the children actually stole and gave it to him. This is Guruvayur, this is Dwarkadish. അദ്ദേഹത്തിന് എന്താണ് വേണ്ടത്? സ്നേഹമാണ് വേണ്ടത്. So we should learn that we should actually give love to Krishna. And how do we show love to Krishna? In everything we do. So next time we pick up our chanting bag, so now we will chant 1 round. So when we pick up our chanting bag and we are chanting each bead, ഓരോരോ മാലകളിൽ നിന്നും നമ്മൾ ഓരോരോ മുത്തും നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ what we should give ourselves to Krishna. Krishna, thank you so much, you are making me chant, you have given me this holy name, thank you so much. Krishna, thank you, ഈ നാമജപം പറയാൻ എനിക്കൊരു അവസരം കൊടുത്തു, thank you very much. Thank you Krishna. Today I got prasad, thank you. Today I came to satsang, thank you. Today you gave me your darshan, thank you. Thank you so much. So this is what Arjuna is saying. Material richness is not important, real richness is bhakti. So we should have bhakti in our heart. Okay, so we'll stop here. Srila Prabhupada ki, Bhagavad Gita ki,
कृष्ण अर्जुन संवाद की